അതായത് മുംബൈ ഇന്ത്യൻസ് ടീമിൽ ഒരു സ്വന്തമായി വ്ളോഗ് പരിപാടികളൊക്കെ ഉള്ള ഒരു കക്ഷിയാണ്, അല്ലെങ്കിൽ ടീമിൻ്റെ ഒരു എൻ്റർടൈനറാണ് സജ്ന എന്ന് പറയുന്നത്. സജ്നയ്ക്ക് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യന്മാരുടെ ഇപ്പോൾ ആയിരുന്നു എന്നുള്ളതാണ്. ഇത്തവണ ഈ പറഞ്ഞ പോലെ വീണ്ടും ഒരിക്കൽ കൂടി മുംബൈ ടീമിൻ്റെ ചാമ്പ്യൻ ടീമിൻ്റെ കൂടെ ഭാഗമാകുന്നു. ഭയങ്കര സന്തോഷം തന്നെയാണ്. അതിപ്പോൾ എങ്ങനെ എല്ലാവർക്കും ഇവർ പറഞ്ഞ പോലെ തന്നെ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കളിച്ചൊരു ഫ്രാഞ്ചൈസീൻ്റെ ഭാഗമാകുക എന്ന് പറയുമ്പോൾ. പക്ഷെ ആ ഓപ്ഷനിൽ യുപിയും കൂടെ വിളിച്ചപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി വേറൊരു ഫ്രാഞ്ചൈസിയിലേക്ക് പോകുമ്പോൾ ഓൾറെഡി ഒരു ഫ്രാഞ്ചൈസീൻ്റെ അണ്ടറിൽ കളിക്കുമ്പോൾ നമുക്കറിയാം അവർ നമ്മൾ എങ്ങനെയാണ് കൊണ്ട് നടന്നതെന്നുള്ളത്. പക്ഷേ ഒരു കായിക താരം, ഒരു പ്ലെയർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നത് ഏത് ഫ്രാഞ്ചൈസിക്ക് കളിച്ചാലും അവർക്ക് നമ്മളുടെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ 3 പേരെയും ഡ്യൂട്ടി അതാണ്. ഏത് ഫ്രാഞ്ചൈസിയിലല്ല, നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഓപ്ഷനൊക്കെ അല്ല. അപ്പോൾ ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് പൈസേൻ്റെ കാര്യമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസീൻ്റെ ഭാഗമായിട്ട് കളിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. ഓപ്ഷൻ്റെ സമയത്തും അത്യാവശ്യം ഒരു ടെൻഷനായിരുന്നു. ഞാൻ പിന്നെ ഓപ്ഷൻ പൊതുവെ കാണാത്തത് കൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ബട്ട് എന്തായാലും നല്ല വാർത്ത വരികയാണെങ്കിൽ എന്തായാലും വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ തന്നെ മുംബൈൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഭയങ്കര അഭിമാനമുണ്ട്. അവർ എന്തായാലും നമ്മളിൽ ആശേച്ചി പറഞ്ഞ പോലെ തന്നെ ഇത് പൈസേൻ്റെ അല്ല, നമുക്ക് തരുന്ന ഒരു വിശ്വാസമാണ്. നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ തരുന്ന അത് നമ്മൾ തീർച്ചയായും ഗ്രൗണ്ടിൽ ഇടാൻ വേണ്ടി തന്നെ ശ്രമിക്കുക.